അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ 43-ാമത്തെ ശ്ലോകം മുതൽ 52 കൂടിയുള്ള 10 ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്ത് അമ്മയുടെ ചരണകമലങ്ങളിൽ സമർപ്പിക്കുന്നത്. പഞ്ചീകൃത്യ തൂതാന്യേവ പഞ്ചഭൂതസമുദ്ഭവ പഞ്ചീകരണഭേദോയം ശൃണു സംവദത കില. പ്രഥമം രസതന്മാത്രാമുപാദായ മനസ്യപി കൽപ്പയേച്ച തഥാ തദ്വൈ യഥാ ഭവതി ചോദകം. ശിഷ്ടാനാം ചൈവ ഭൂതാനാം അംശാൻ കൃത്വാ പൃഥക് പൃഥക് ഉദകേ മിശ്രയേച്ചാംശാൻ കൃതേ രസമയേ തഥാ. തഥാ ഭൂതവിഭാഗേ ച ചൈതന്യേ ച പ്രകാശിതേ ചൈതന്യസ്യ പ്രവേശാത്തു തദാഹമിതി സംശയാ. പ്രതീയമാനേ തേനൈവ വിശേഷേണാഭിമാനതാ ആദിനാരായണോ ദേവോ ഭഗവാനിതി ചോച്യത്തെ. ഘനീഭൂതേധ ഭൂതാനാം വിഭാഗേ സ്പഷ്ടതാം ഗതേ വൃദ്ധിം പ്രാപ്യ
ഗുണൈശ്ചേദ്ധമേകൈകഗുണവൃദ്ധിതാ ആകാശസ്യ ഗുണശ്ചൈകാ ശബ്ദ ഏവ ന ചാപരാ ശബ്ദസ്പർശൗ ച വായോശ്ച ദ്വൗ ഗുണൗ പരികീർത്തിതൗ അഗ്നേ ശബ്ദശ്ച സ്പർശശ്ച രൂപമേതേ ത്രയോ ഗുണാ ശബ്ദസ്പർശരൂപരസാശ്ചത്വാരോ വൈ ജലസ്യ ച സ്പർശ ശബ്ദ രസ രൂപം ഗന്ധശ്ച പൃഥിവീ ഗുണാ ഏവം മിളിതയോഗൈശ്ച ബ്രഹ്മാണ്ഡോൽപത്തിരുച്യത്തെ സർവേ ജീവാ മിളിത്വൈവ ബ്രഹ്മാണ്ഡാംശസമുദ്ഭവാ ചതുരശീതിലക്ഷാശ്ച പ്രോക്താ വൈ ജീവജാതയാം ശ്രീജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ തൃതീയസ്കന്ധേ സപ്തമോധ്യായ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയസ്കന്ധം 7-ാമത്തെ അധ്യായം 43-ാമത്തെ ശ്ലോകം മുതൽ 52 കൂടിയുള്ള ശ്ലോകങ്ങളുടെ തർജ്ജമ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പഞ്ചതന്മാത്രകൾ സൂക്ഷ്മരൂപങ്ങളാണല്ലോ നിത്യം. പഞ്ചീകരണത്താൽ പഞ്ചഭൂതാത്മകമാം ശരീരമോ ഉണ്ടാകുന്നു. അതുപോലെ ഹേ നാരദ, പഞ്ചീകരണമെന്നതെന്തെന്നും ചൊല്ലാം ഞാൻ. പഞ്ചീകരണമെന്നതെന്താണെന്നു അറിഞ്ഞിടുവാൻ ജലതന്മാത്രയാം രസം മനസ്സിലോർക്കൂ. രസതന്മാത്രയെ വീണ്ടും രണ്ടായി വിഭജിക്കുക. ഒരു പാതി ജലമെന്നു ഉറപ്പിക്കുക. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മറ്റു തന്മാത്രകളെയും രണ്ടായി വിഭജിക്കുക. പിന്നെ ഈ 4ന്റെയും ഓരോ പാതികളെ 4ആയി വിഭജിക്കുക. ഓരോന്നിനെ ജലവുമായി ചേർത്തിടുക. ജലമെന്ന പഞ്ചഭൂതമായി ഈ വിധത്തിൽ മറ്റുള്ളതാം പഞ്ചഭൂതങ്ങളുടെയും പഞ്ചീകരണമെന്നതും അറിയൂ ഭവാൻ. ഈ വിധത്തിൽ പഞ്ചീകൃതം പഞ്ചഭൂതാത്മകദേഹം. ദേഹത്തിൽ ചൈതന്യം വന്നാൽ അഹംഭാവവും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
ശരീരാഭിമാനിയെന്നു തോന്നിപ്പിക്കും ആ ചൈതന്യം ആദിനാരായണൻ ദേവൻ ഭഗവാൻ താനും. പഞ്ചഭൂത വിഭാഗങ്ങൾ ഘനീഭവിച്ചിടും നേരം ഒന്നിനൊന്നു ഗുണങ്ങളും വർദ്ധിച്ചു വരും. ആകാശത്തിനുള്ള ഗുണം ശബ്ദം മാത്രം വായുവിനോ ശബ്ദവും സ്പർശവുമത്രേ രണ്ടു ഗുണങ്ങൾ. അഗ്നിക്ക് ശബ്ദവും സ്പർശരൂപവും ഗുണങ്ങളത്രേ ജലഗുണം ശബ്ദസ്പർശ രൂപരസങ്ങൾ. ഭൂമിക്കു സ്പർശവും ഒപ്പം ശബ്ദരസരൂപഗന്ധം ഈ വിധത്തിൽ സർവഭൂത സമ്മേളനത്താൽ ബ്രഹ്മാണ്ടം ജനിക്കുന്നതെന്നറിവുള്ളോർ പറയുന്നു. ഇക്കാര്യങ്ങൾ നാരദാ നീ അറിഞ്ഞിടുക. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബ്രഹ്മാണ്ടത്തിൻ അംശമായി സർവജീവന്മാരും ചേർന്നാൽ 84 ലക്ഷമെന്നറിഞ്ഞിടുക. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളീ ശരണം, ഭദ്രകാളീ ശരണം, അമ്മേ ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ 43-ാമത്തെ ശ്ലോകം മുതൽ 52 കൂടിയുള്ള ശ്ലോകങ്ങളുടെ പാരായണവും ഭാഷാഗാനവും നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ചുള്ള പ്രഭാഷണം ആരംഭിക്കുകയാണ്. ഇവിടെ ബ്രഹ്മനാരദ സംവാദ രൂപത്തിലാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബ്രഹ്മാവ് പറയുന്നു, പഞ്ചീകൃത്യതു താന്യേവ പഞ്ചഭൂത സമുദ്ഭവ പഞ്ചീകരണഭേദോയം ശൃണു സംവദത കില. പഞ്ചതന്മാത്രകൾ അത് സൂക്ഷ്മരൂപങ്ങളാണ് എന്ന് നേരത്തെ പറഞ്ഞു. അവയുടെ പഞ്ചീകരണം, അവയുടെ ചേർച്ച, ആ പഞ്ചീകരണം കൊണ്ടാണ് പഞ്ചഭൂതാത്മകമായ ശരീരം ഉണ്ടാവുന്നത്. പ്രപഞ്ചം എന്നാണ് പറയുക, അല്ലേ? അപ്പൊ പഞ്ചീകരണം എന്താണ് എന്ന് ഇനി പറയാം, കേട്ടോളൂ എന്ന് പറയുന്നു.
പഞ്ചീകരണം എങ്ങനെ എന്നറിയാൻ ഒരു ഉദാഹരണം പറയാണ്. പ്രഥമം രസതന്മാത്രാം ഉപാദായ മനസ്യപി കൽപ്പയേച്ച തഥാ തദ്വൈ യഥാ ഭവതി ചോദകം. ഇവിടെ ജലതന്മാത്രയായ രസത്തെ മനസ്സിൽ സങ്കല്പിക്കുക. എന്നിട്ടോ ആ ജലത്തിൻ്റെ സ്ഥൂലരൂപം ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയണം. അതിന് രസതന്മാത്രയെ ആദ്യം രണ്ടായി വിഭജിക്കുക. അപ്പം 2 രസതന്മാത്രയായി, പകുതി പകുതി. അതിൽ ഒരു പാതി ജലമാണ് എന്ന് കരുതുക. കൽപ്പയേച്ച തഥാ തദ്വൈ യഥാഭവതി ചോദകം. എന്നിട്ടോ ശിഷ്ടാനാം ചൈവഭൂതാനാം അംശാൻ കൃത്വാ പൃഥക് പൃഥക് ഉദകേ മിശ്രയേച്ചാംശാൻ കൃതേ രസമയേ തഥ. മറ്റു തന്മാത്രകളെ, ഇവിടെ രസതന്മാത്ര മാത്രമേ എടുത്തുള്ളൂ അല്ലേ? രസം കഴിഞ്ഞ പിന്നെ എന്തൊക്കെയാണുള്ളത്? രൂപം, ഗന്ധം, ശബ്ദം, സ്പർശം. അപ്പോൾ ഈ തന്മാത്രകൾ ഇതിനെ ഈ 2ആയിട്ട് വിഭജിക്കുക. പിന്നെ ഈ 4ൻ്റെയും ഓരോ പാതിയെടുത്ത് 4ആയിട്ട് വിഭജിക്കുക. അങ്ങനെ ഓരോന്നിൻ്റെയും ഇങ്ങനെ 4ആയി വിഭജിച്ച അംശങ്ങളിൽ ഒന്ന് നേരത്തെ പറഞ്ഞ ജലത്തോട് ചേർക്കുക. അപ്പോൾ ഒരു പകുതിയുടെ 4/1 ആണ് ഓരോ തന്മാത്രകളിലും ഉണ്ടാവുക. രൂപം, ഗന്ധം, ശബ്ദം, സ്പർശം. അപ്പം 4ഉം കൂടി ചേരുമ്പോൾ ഒരു പകുതിയാവും. ആ പകുതിയും നേരത്തെ പറഞ്ഞ ആദ്യത്തെ ജലം എന്നുള്ള പകുതിയും കൂടി ചേർക്കുക. അപ്പോൾ രസതന്മാത്രയുടെ പകുതിയും മറ്റ് ഓരോ തന്മാത്രയുടെ പകുതിയുടെ 4/1 കൂടി ചേർന്നതാണ് ജലം എന്ന പഞ്ചഭൂതം എന്ന് മനസ്സിലാവും. ഇങ്ങനെ മറ്റ് പഞ്ചഭൂതങ്ങളുടെയും പഞ്ചീകരണം എന്ന് മനസ്സിലാക്കുക. തഥാ ഭൂതവിഭാഗേ ച ചൈതന്യേ ച പ്രകാശിതേ ചൈതന്യസ്യ പ്രവേശാത്തു തദാഹമിതി സംശയം. ഇങ്ങനെ പഞ്ചീകൃതമാണ് പഞ്ചഭൂതാത്മകമായ ഓരോ പ്രാണിയുടെയും ശരീരം. പഞ്ചഭൂതാത്മകമാകുമ്പോൾ അതിൽ ചൈതന്യം പ്രകാശിക്കും. ചൈതന്യം പ്രകാശിക്കുമ്പോഴോ ശരീരമാണ് അഹം എന്ന ഭാവം ഉണ്ടാവുന്നു. അങ്ങനെ വരുമ്പോൾ പ്രതീയമാനേ തേനൈവ വിശേഷേണ അഭിമാനത ആദിനാരായണോ ദേവോ ഭഗവാനിതി ചോച്യത്തെ. ശരീരാഭിമാനിയാണ് എന്ന വിധത്തിൽ തോന്നിപ്പിക്കുന്ന ആ ചൈതന്യത്തെ, നമ്മുടെ ഉള്ളിൽ ശിവമായി നിൽക്കുന്ന ആ ചൈതന്യത്തെ ആദിനാരായണൻ അല്ലെങ്കിൽ ദേവൻ അല്ലെങ്കിൽ ഭഗവാൻ എന്നൊക്കെ പറയുന്നു. ഘനീഭൂതേധ ഭൂതാനാം വിഭാഗേ സ്പഷ്ടതാം ഗതേ വൃദ്ധിം പ്രാപ്യ ഗുണൈശ്ചേർത്ഥമേകൈക ഗുണവൃദ്ധിത. ഈ പഞ്ചീകൃതമായിരിക്കുന്ന പഞ്ചഭൂത വിഭാഗങ്ങൾ ഘനീഭവിച്ച് സ്പഷ്ടമായി തീരുമ്പോൾ എന്തുണ്ടാവുന്നു? ഒന്നിനൊന്ന് ആ ഗുണങ്ങൾ കൂടിക്കൂടി വർദ്ധിച്ചു വരും എന്ന് പറയും. ആകാശത്തിൻ്റെ ഗുണം എന്താ? ആകാശസ്യ ഗുണശ്ചൈക ശബ്ദ ഏവന ചാപരാ. ആകാശത്തിൻ്റെ ഗുണം എന്താ? ശബ്ദമാണ് ആകാശത്തിൻ്റെ ഗുണം അല്ലേ? മറ്റൊരു ഗുണവും ആകാശത്തിനില്ല. വായുവിലേക്ക് വരുമ്പോൾ ആകാശത്തിൻ്റെ ആ ശബ്ദഗുണം ഉണ്ടാവും. അതോടൊപ്പം തന്നെ വായുവിൻ്റെ സ്പർശഗുണം ഉണ്ടാവും. അത് കഴിഞ്ഞ് അപ്പോൾ ആകാശം, വായു. അത് കഴിഞ്ഞാലോ അഗ്നി. അഗ്നിയിലേക്ക് വരുമ്പോൾ ആകാശത്തിൻ്റെ ശബ്ദം, വായുവിൻ്റെ സ്പർശം, അത് രണ്ടും അഗ്നിക്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ അഗ്നിയുടെ തനത് ആ ഭാവമായിരിക്കുന്ന ഗുണമായിരിക്കുന്ന രൂപം കൂടി അതിലുണ്ടാവും. അപ്പം 3 ഗുണങ്ങൾ അഗ്നിക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അഗ്നി കഴിഞ്ഞാൽ ജലമാണ്. ജലത്തെ സംബന്ധിച്ചിടത്തോളം ആകാശത്തിൻ്റെ ശബ്ദം, വായുവിൻ്റെ സ്പർശം, അഗ്നിയുടെ രൂപം, ജലത്തിൻ്റെ രസം. അപ്പം ഈ 4 ഗുണങ്ങൾ ജലത്തിന് ഉണ്ടാവും. 5ാമത്തേത് പൃഥിവി, ഭൂമിയാണ്. സ്പർശ ശബ്ദ രസാരൂപം
ഗന്ധശ്ച പൃഥിവീ ഗുണാഹാണ്. ഭൂമിക്ക് സ്പർശഗുണം അത് എന്തിൻ്റെയാണ്? വായുവിൻ്റെ. ശബ്ദഗുണം ആകാശത്തിൻ്റെ. രസഗുണം ജലത്തിൻ്റെ. രൂപഗുണം അഗ്നിയുടെ. ഭൂമിയുടെ തനതായിട്ടുള്ള ഗുണം എന്താ? അത് ഗന്ധമാണ്. അപ്പൊ ഗന്ധം അടക്കം 5 ഗുണങ്ങൾ ഭൂമിക്കുണ്ട്. അങ്ങനെ എല്ലാ ഭൂതവസ്തുക്കളുടെയും സമ്മേളനം കൊണ്ടാണ് ബ്രഹ്മാണ്ടം ഉണ്ടാകുന്നത്, ബ്രഹ്മാണ്ടം ജനിക്കുന്നത് എന്ന് പറയുന്നു. ഒരു പൂജകൻ പൂജ നടത്തുമ്പോൾ ഭഗവാന് ജല, ഗന്ധ, പുഷ്പ, ധൂപ, ദീപാദികളോടുകൂടി പൂജ നടത്തും. ഇത് ഈ പഞ്ചഭൂതങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനെ സ്മരിച്ചും കൊണ്ടാണ്. ജലം, ഗന്ധം എന്ന് പറഞ്ഞാൽ ഭൂമി, പുഷ്പം എന്ന് പറഞ്ഞാൽ ആകാശം, ഗന്ധം എന്ന് പറഞ്ഞാൽ വായു, അത് കഴിഞ്ഞാലോ ആ ദീപം എന്നുള്ളത് അഗ്നി. അപ്പോൾ ഈ രീതിയിലാണ് ജലഗന്ധ പുഷ്പ ധൂപ ദീപാദികളോടുകൂടി പൂജ നടത്തുക. ഇങ്ങനെ എല്ലാ ഭൂതവസ്തുക്കളുടെയും സമ്മേളനം കൊണ്ടാണ് ബ്രഹ്മാണ്ടം ജനിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ സർവേ ജീവാ മിളിത്വൈവ ബ്രഹ്മാണ്ടാംശ സമുദ്ഭവ, ബ്രഹ്മാണ്ടത്തിൻ്റെ അംശങ്ങളായി ഭവിച്ച എല്ലാ ജീവന്മാരും കൂടി എത്രയുണ്ട് എന്നാ പറയണത്? 84 ലക്ഷാശ്ച. 84 പറഞ്ഞാൽ 84. അത്രയും ലക്ഷം, 84 ലക്ഷം പ്രോക്താവൈ ജീവജാതയാ. ഈ ഇത്രയധികം ജീവജാതികൾ ഉള്ളതായി പറയപ്പെടുന്നു എന്ന ബ്രഹ്മവാണിയോടുകൂടിയാണ് ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായം സമർപ്പിക്കുന്നത്. ഇതോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ 8-ാമത്തെ അധ്യായത്തിലെ ഭാഗങ്ങളാണ്. ഗുണസ്വരൂപത്തെക്കുറിച്ചും സംഖ്യയെക്കുറിച്ചും ബ്രഹ്മാവ് നൽകുന്ന ഉപദേശങ്ങളാണ് നമുക്ക് നാളെ കേൾക്കാനായിട്ട് സാധിക്കുക. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ
ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.